മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2140 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. കണ്ടില്ല, ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ആണുള്ളത്. ജസ്റ്റ് ഒരു നമ്മൾ കീബോർഡിൽ എന്തൊക്കെയൊന്ന് ടൈപ്പ് ചെയ്ത ഡോക്യുമെൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ ഒന്നെങ്കിൽ Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് ഓപ്ഷന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ അടുത്ത് കോപ്പീസ് ഉണ്ടാവും, എത്ര കോപ്പി വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കമാൻഡ് ചെല്ലുന്നതാണ്. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിൻ്റ് ഈ Ctrl+P അല്ലെങ്കിൽ ഈ പ്രിൻ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. അതിൽ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നതുണ്ട്. അതിന് താഴെ കുറേ സെറ്റിങ്സുകളൊക്കെ കാണാൻ കഴിയും. ഈ സെറ്റിങ്സ് പറഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ സെറ്റിങ്സ് ആണ്. പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് നമുക്കതിൻ്റെ മുകളിൽ ആ പേരിൻ്റെ താഴെയായിട്ട് നീല കളറിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം ഈ വേർഡിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ആണെന്നുള്ളതിന് പകരം അതിൻ്റെ താഴെ പേജസ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഏതൊക്കെ പേജാണ് വേണ്ടത് എന്നുള്ളത്. അതുപോലെ ഇത് ഏത് സൈസ് പേപ്പറാണെന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണുള്ളത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ, അങ്ങനെ ചെറിയൊരു സെറ്റിങ്സ് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റർ സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിലാദ്യം വരുന്നത് പേപ്പർ ചോയ്സ്, എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ 2 മെത്തേഡ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ കാസറ്റ് ട്രേയും പിറകിലെ റിയർ ഫീഡ് ട്രേയും വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഡോക്യുമെൻറ്റ് സൈസ് ഏത് സൈസ് ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്നുള്ളതാണ്. A4 പേപ്പറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ A4 എന്നുള്ളത് സെലക്ട് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ A3+ കാണിക്കുന്നുണ്ട്, അതൊന്നും പ്രിൻറ്റ് ചെയ്ത് വരില്ല ആ കാര്യം. കാരണം ഈ മോഡൽ പ്രിൻ്റർ A4 മാത്രമേ പ്രിൻറ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണമെന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ പേപ്പർ ടൈപ്പ്, നമ്മൾ കാസറ്റിൽ അല്ലെങ്കിൽ ട്രയൽ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളത് അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്, ഡ്രാഫ്റ്റ്, ഹൈ, 3 ക്വാളിറ്റിയാണ് വരുന്നത്. ഡ്രാഫ്റ്റ് ആകുമ്പോൾ കൂടുതൽ ഫാസ്റ്റ് പ്രിൻറ്റിങ് കാരണം പക്ഷേ ലോ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഹൈ ആകുമ്പോൾ സ്ലോ പ്രിൻറ്റിങ് കാരണം പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏതാണ് നോർമൽ എല്ലാവരും ഈ മോഡൽ പ്രിൻ്ററിൽ സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. അതേപോലെ പേപ്പർ ടൈപ്പും നമുക്ക് പ്ലെയിൻ പേപ്പറാണ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മോഡൽ പ്രിൻ്ററിന്. പിന്നുള്ളത് ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ 2 സൈഡ് പ്രിൻ്ററിൻ്റെ ഓപ്ഷനാണ്. അതിൽ ഓഫിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ടാവും, ലോങ് എഡ്ജ്, ഷോർട്ട് എഡ്ജ് എന്നുള്ളത്. ലോങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുക്ക്, ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന പോലെ ആയിരിക്കും. അടുത്ത പേജ് നേരെ നെക്സ്റ്റ് പേജ് തിരിച്ച് വെച്ചാൽ മതി. പക്ഷേ ഷോർട്ട് എഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ട് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ തിരിച്ച് പിടിക്കണം, തല കുത്തനെ പിടിക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അതേപോലെ ചെയ്യണം. അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് അതിന് ശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഈ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കമാൻഡ് വന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഡ്യൂപ്ലെക്സ് എനേബിൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്രണ്ട് പേജ് പ്രിൻ്റ് ചെയ്താണ്ട് പിന്നെയും പേപ്പർ തിരിച്ച് ഉള്ളിലോട്ട് ഇൻസേർട്ട് ആയത്. എന്നിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളെ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.